ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ മോദി യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിലേക്ക് ആ ഒരു മീറ്റിങ്ങിൽ ഈ വർഷത്തെ മീറ്റിങ്ങിന് പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. ഇത് ശരിക്കും ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കലണ്ടറിൽ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന മീറ്റിംഗ് കലണ്ടറിൽ പ്രൈം മിനിസ്റ്റർ മോദിയുടെ പേരില്ല. അപ്പം ഇവിടെ നിന്നാണ് ഈ ഒരു വാർത്ത പൊട്ടിപ്പുറപ്പെടുന്നത്. ഇന്ത്യ ഇതിനെ ഒരു പ്രഷർ പോളിസി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ മീറ്റിങ്ങിന്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതെല്ലാവർക്കും അറിയാമല്ലോ, ഈ ഒരു യുണൈറ്റഡ് നേഷൻസ് സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിൽ തന്നെയാണ്. അപ്പോൾ അമേരിക്കയിലേക്ക് ഒരു പോക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ട്രംപുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തേണ്ടി വരും. ഒരു രീതിയിലുള്ള തീരുമാനവും താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ആയിട്ടില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഗെയിം പ്ലേ ആണ്. അമേരിക്കയും അവരുടെ പാർട്ട് പ്ലേ ചെയ്യുന്നുണ്ട്, നമ്മളും നമ്മളുടെ പാർട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കൺക്ലൂഷനിൽ എത്തേണ്ടതുണ്ട്. ആ കൺക്ലൂഷനിൽ എത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യ എടുത്തിരിക്കുന്ന ദൗത്യം എന്തിനു വേണ്ടിയിട്ടാണ്? താരിഫ് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ ആ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഇത് ഏകദേശം അമേരിക്ക ഒന്ന് ആടി ഉലഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ എല്ലാ സൂചനകളും നമുക്ക് അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ട്രംപ് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, മോദി എൻ്റെ വളരെ അടുത്ത ഫ്രണ്ട് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇടപെട്ട കാലത്ത് ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അത് വളരെ നീണ്ട ലോങ് റിലേഷൻഷിപ്പുള്ള ബന്ധമാണ്. അപ്പോൾ അതിനൊന്നും ഒരു കോട്ടവും തട്ടില്ല എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അതേസമയം ട്രംപ് ഇന്നലെ ഒരു CEO മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. കുറേ ബിസിനസ്സുകാരെയൊക്കെ വിളിച്ചു വരുത്തി മീറ്റിംഗ് നടത്തിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര ഇൻവെസ്റ്റ്മെന്റ് നടത്തി എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സുന്ദർ പിച്ചയൊക്കെ പറയുന്നുണ്ട്, ഞാനൊരു 250 ബില്യൺ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ആപ്പിൾ ഒരു 600 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അവർ ഓരോരുത്തരും ഇങ്ങനെ പറയുകയാണ്. ഈവൻ ആൾട്ട്മാൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ChatGPTയുടെ, OpenAIയുടെ, പുള്ളിയുടെ ഫിഗറൊക്കെ പറയുന്നുണ്ട്. എല്ലാവരുടെയും ഫിഗർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് കൊടുത്ത ഉപദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അമേരിക്കൻസിനെ ഹയർ ചെയ്യണം. ഇപ്പം നാളെ ഇത് വാർത്ത വരാൻ പോകുന്നത് ട്രംപ് ഇന്ത്യക്കാർക്കെതിരെ ഇന്ത്യയിലുള്ള IT വിദഗ്ധർക്കെതിരെയുള്ള ജോലി നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ചെയ്യുന്നുള്ള വാർത്തയായിരിക്കും വരുന്നത്. പക്ഷേ ഇവിടെ യാഥാർത്ഥ്യത്തിൽ അമേരിക്കയുടെ ഉള്ളിലുള്ള പ്രശ്നം ജോബ് ലോസ് ആണ്. അതായത് അവിടെ ശരിക്കും അമേരിക്കൻസിന് ജോലിയില്ല എന്നുള്ള അവസ്ഥയാണ്. ഞാൻ ഇതിന് മുമ്പ് ഇട്ട വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 29,000 ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പ്രയോറിറ്റൈസ് ചെയ്യുക, അമേരിക്കക്കാർക്ക് ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുക. അതായത് ഒരാളെ ഹയർ ചെയ്തുകൊണ്ട് വന്ന് ജോലി കൊടുക്കുമ്പോൾ ഓവർസീസിൽ ഇരിക്കുന്ന ഒരാൾ, അതായത് ഇന്ത്യക്കുള്ളിലുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പുറം രാജ്യത്തുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ജോലി കൊടുക്കും. അതായത് അത് ഒരു അഡീഷണൽ പേഴ്സണും ആവുന്നുണ്ട്, ഒരു അഡീഷണൽ ജോലിയും ആവുന്നുണ്ട്. അപ്പോൾ അവിടെ അമേരിക്കയുടെ ഉള്ളിൽ ജോലി ഇല്ലാത്തവനുള്ള ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല, അത് അപ്പോഴും അവിടെ എക്സിസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ടാണ് ട്രംപ് പറയുന്നത്, നിങ്ങൾ പുറത്തുള്ള ആൾക്കാരെ ഹയർ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഇവിടെ ഇൻസൈഡ് അമേരിക്കയുടെ ഉള്ളിലുള്ള അമേരിക്കൻസിനെ ഹയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ള ഉപദേശം കൊടുത്തിട്ടുണ്ട്. 2023 മാത്രം 132 ബില്യന്റെ വർത്തുള്ള ജോബ് ഓഫേഴ്സ് ആണ് ഔട്ട്സോഴ്സ് ചെയ്യപ്പെട്ടത് അമേരിക്കയിൽ നിന്നും. അതിൽ പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർക്കാണ് ഉള്ള. IT ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പഠിച്ചിറങ്ങുന്ന ഇന്ത്യക്കാരുള്ള സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇന്ത്യക്കാർ ഡോമിനേറ്റ് ചെയ്യും ആ മേഖലയിൽ. അപ്പോൾ സിലിക്കൺ വാലിയിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇന്നലെ വിളിച്ചു വരുത്തി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യിപ്പിച്ച് ഡിന്നറൊക്കെ കൊടുത്തത്. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത്, അമേരിക്കക്കാരെ ഹയർ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ സ്കിൽ സെറ്റ്, അതാണ് പ്രശ്നം. ഇപ്പോൾ ട്രംപ് എടുക്കുന്ന ഈ ഒരു തീരുമാനം നല്ലത് തന്നെയാണ്. ട്രംപ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അമേരിക്കക്കാർക്ക് ജോലി കിട്ടണമെന്ന് വിചാരിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണല്ലോ. നമ്മുടെ നാട്ടിലല്ല, എല്ലാ രാജ്യത്തും ഇപ്പോൾ ആഗോളതരത്തിൽ പല രാജ്യങ്ങളിലും അവരവരുടെ സിറ്റിസൺസിന് ആദ്യം ജോലി കൊടുക്കുക, അവർക്ക് പ്രയോറിറ്റി കൊടുക്കുക, മുൻഗണന കൊടുക്കുക എന്നുള്ളതൊക്കെ എല്ലാ രാജ്യങ്ങളിലുമുള്ള പോളിസി തന്നെയാണ്. അപ്പോൾ അതിന് നമുക്ക് ട്രംപിനെ കുറ്റം പറയാനൊന്നുമില്ല. ഇനി അതിനെ ഇവിടെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ഇന്ത്യക്കാർക്കെതിരെ തിരിഞ്ഞു ട്രംപ് എന്നുള്ള രീതിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ശരിക്കും ഇതിന്റെ ഫാക്ട് എന്ന് പറയുന്നത് അമേരിക്കക്കാർക്ക് ജോലി വേണം. കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഏതാണ്ട് കഴിഞ്ഞ 4-5 വർഷത്തോളം അവർക്ക് 4% ജോബ് ലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന തീരുമാനമായിട്ടാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ ബാക്ക് ടു ദ യുണൈറ്റഡ് നേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ സെപ്റ്റംബറിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിൽ പോകാമെന്ന് തന്നെയാണ് ഇതിന് മുമ്പ് ചാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ഉക്രൈനിലെ വ്ളാഡിമിർ സെലൻസ്കിയുമായിട്ട് സംസാരിച്ച സമയത്ത്, യുണൈറ്റഡ് നേഷൻസിന്റെ അസംബ്ലി നടക്കുന്ന സമയത്ത് അവിടെ വെച്ച് സൈഡ് ലൈനിൽ മീറ്റിംഗ് നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോദി. പക്ഷേ സെലൻസ്കി ബാക്ക് ടു ബാക്ക് ടെലിഫോൺ കോൺവെർസേഷൻ ഇന്ത്യയുമായിട്ട് നടത്തുന്നുണ്ട്. അതിലുപരിയായിട്ട് ഇന്ത്യയിലേക്ക് വരാനുള്ള താല്പര്യവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സുമായിട്ട് ചർച്ചകളൊക്കെ മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിലിൽ വെച്ചിട്ട് സൈഡ് ലൈനിൽ മീറ്റ് ചെയ്യുന്നത് അത്ര ഉചിതമല്ല എന്ന് കണ്ടുകൊണ്ട് സെലൻസ്കിയുമായിട്ടുള്ള മീറ്റിംഗ് സെപ്പറേറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് കൃത്യമായിട്ട് സംസാരിച്ച് അതിനെ പോസ്റ്റ്പോൺ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടാമത്, യുണൈറ്റഡ് നേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക തന്നെ ഒരുപാട് ഫണ്ടൊക്കെ കട്ട് ചെയ്ത് യുണൈറ്റഡ് നേഷൻസിന് തന്നെ ഒരു വിധത്തിൽ യൂസ്ലെസ് ആയിട്ട് നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യമാണ്. പിന്നെ അവിടുത്തെ സെക്യൂരിറ്റി കൗൺസിലിന്റെ തലപ്പത്ത് പാകിസ്ഥാനുണ്ട്. പിന്നെ ഇന്ത്യ പ്രധാനമായിട്ടും യുണൈറ്റഡ് നേഷൻസ് ഉപേക്ഷിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ത്യ, ചൈന, റഷ്യ ഈ 3 രാജ്യങ്ങളുടെയും കൂട്ടുകെട്ട്, ഇതിന്റെ ഒരു പ്രഷർ അമേരിക്ക ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രഷർ കുറച്ചുകൂടെ അപ്ലൈ ചെയ്ത് നിലനിർത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ യുണൈറ്റഡ് നേഷൻസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്നത്.
അതായത് നമ്മളവിടെ പോകുന്നില്ല എന്നില്ല, നമ്മളെ റെപ്രസെന്റേറ്റീവ് ഇപ്പോൾ പല രാജ്യങ്ങളുടെയും ഇപ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് വരാത്ത സ്ഥലങ്ങളിൽ, പ്രസിഡന്റിന് അപ്പിയർ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിലെല്ലാം ഫോറിൻ മിനിസ്റ്റേഴ്സിനെ അവരെ നമ്മുടെ ഒരു റെപ്രസെന്റേറ്റീവിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ പോവും, അഡ്രസ് ചെയ്യും. പാകിസ്ഥാൻ സംസാരിച്ചതിന് ശേഷമാണ് ഇന്ത്യ സംസാരിക്കേണ്ടത്, ഇന്ത്യ സംസാരിച്ചതിന് ശേഷമാണ് പാകിസ്ഥാൻ സംസാരിക്കേണ്ടത്. ഇങ്ങനെ ഒരു കീഴ്വഴക്കമില്ല കേട്ടോ. എല്ലാ വർഷത്തെയും നിങ്ങൾ യുണൈറ്റഡ് നേഷൻസിന്റെ സ്പീച്ച് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇന്ത്യ സംസാരിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ സംസാരിക്കാനുള്ള അവസരം കൊടുക്കും. ഇനി അഥവാ പാകിസ്ഥാൻ സംസാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് സംസാരിക്കാനുള്ള അവസരവും കൊടുക്കും. ഇത് അവിടുത്തെ ഒരു കീഴ്വഴക്കമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൈം മിനിസ്റ്റർ സംസാരിച്ചിട്ട് പോയി, ഇപ്പോൾ അടുത്ത് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ, നിങ്ങൾ ഇമ്രാൻഖാന്റെ സ്പീച്ച് നിങ്ങൾ കേട്ടതല്ലേ? ഇന്ത്യ സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് വന്ന് ഇമ്രാൻഖാൻ സംസാരിച്ചത്. അതായത് നമ്മൾ ബാലാക്കോട്ട് സർജിക്കൽ സ്ട്രൈക്കുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വർഷത്തിൽ നമ്മൾ യുണൈറ്റഡ് നേഷൻസ് അഡ്രസ് ചെയ്ത സമയത്ത് പ്രൈം മിനിസ്റ്റർ മോദി ഒരു ദിവസം സംസാരിക്കുന്നു, നെക്സ്റ്റ് ഡേ ആണ് അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ വന്ന് സംസാരിക്കുന്നത്. ഇന്ത്യക്കാർ വന്നു, കുറച്ച് അവിടെയൊക്കെ ചില ബോംബുകളൊക്കെ ഇട്ടു, 2-3 മരങ്ങളൊക്കെ നശിച്ചു എന്നല്ലാണ്ട് ഞങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള ഡയലോഗാണ് പുള്ളി പറഞ്ഞിട്ട് പോയത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ടൈമിങ്ങിലുള്ള വ്യത്യാസം, ഇതൊക്കെ വെറുതെ കുക്ക്ഡപ്പ് സ്റ്റോറികളായിട്ട് പുറത്തു വരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് കൗണ്ടർ ചെയ്യാൻ പോയിന്റ് ഉണ്ടെങ്കിൽ യുണൈറ്റഡ് നേഷൻസിൽ നമുക്ക് സമയം തരും. ഇന്ത്യയുടെ കൗണ്ടർ ഡയലോഗിന് വേണ്ടിയിട്ടുള്ള ടൈം, അതേപോലെ പാകിസ്ഥാന് കൗണ്ടർ ഡയലോഗിന് വേണ്ടിയിട്ടുള്ള ടൈം എല്ലാം കൊടുക്കും. അങ്ങനെ ആർക്കും സംസാരിക്കാൻ അവസരമില്ലാതെ മാറിപ്പോകുന്ന ഒരു സാഹചര്യം യുണൈറ്റഡ് നേഷൻസിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ കശ്മീർ വിഷയം ഒരു പുതിയ വിഷയമല്ല. കശ്മീർ വിഷയം എല്ലാ വർഷവും പാകിസ്ഥാൻ യുണൈറ്റഡ് നേഷൻസിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയം തന്നെയാണ്. അതിനെ കൊട്ടി ആഘോഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രം ഒരു പ്രാധാന്യം ഇപ്പോൾ അവിടെ ഇല്ല. ഈ കശ്മീർ വിഷയം എല്ലാ വർഷവും നിങ്ങൾ ജനറൽ അസംബ്ലി മീറ്റിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, പാകിസ്ഥാൻ അത് പറയാതെ പോകുന്ന ഒരു വർഷമേ ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഈ വർഷം സെക്യൂരിറ്റി കൗൺസിലിൽ തലപ്പത്ത് വരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്തത് പറയുമായിരിക്കാം. അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതുകൊണ്ട് ലോകത്തിന് ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സോ ഒരു പ്രഷറോ ഇന്ത്യയുടെ മേൽ ഇടാൻ പറ്റില്ല. അത് ഇന്നത്തെ അവസ്ഥയിൽ ലോകരാജ്യങ്ങൾക്കെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പം പാകിസ്ഥാൻ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ മുന്നോട്ട് വെക്കുമ്പോഴത്തേക്കും അതിനെ ശക്തമായിട്ട് പിന്തുണയ്ക്കേണ്ടത് ചൈനയാണ്. ആ ചൈനയാണ് $70 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി വെച്ച സീപക് കോറിഡോർ എന്ന് പറഞ്ഞ പദ്ധതിക്ക് വിരാമം ഇട്ടുകൊണ്ട് ചൈന ആ ഒരു പ്രോജക്റ്റ് അവസാനിപ്പിക്കുന്നതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതിനെക്കുറിച്ചുള്ള സൂചനകളൊക്കെ നമ്മൾ ഇതിന് മുമ്പ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് കുറെ കാലം കൊണ്ട് തന്നെ ഈ ഒരു സീപക് റൂട്ട് ഇനാക്റ്റീവായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ സീപക് റൂട്ടിന്റെ ഒരു ബദലായിട്ട് ഇന്ത്യയെ അപ്രോച്ച് ചെയ്യാനാണ് ചൈന തീരുമാനിച്ചിരിക്കുന്നത്. ഇതും കൂടി ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവർക്ക് ഇന്ത്യക്കുള്ളിലൂടെ ഒരു ട്രേഡ് റൂട്ട്, അത് ഇന്ത്യക്ക് ഉപയോഗിക്കാം, അവർക്ക് ഉപയോഗിക്കാം. ഇന്ത്യയും ചൈനയും കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ ട്രേഡ് റൂട്ട് സാധ്യമാകും. അതായത് ഇതിലൂടെ ഒരു വലിയ പ്രശ്നം ഒഴിവാകുകയാണ്. അതായത് ഇന്ത്യക്ക് അവകാശപ്പെട്ട POK എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് പാകിസ്ഥാൻ ഒക്കുപൈഡ് കശ്മീരിലൂടെ ചൈന റോഡ് നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പേരുണ്ടല്ലോ, ആ പേരിന് ഒരു മാറ്റം വരികയാണ്. തീർച്ചയായിട്ടും അതിൽ ചൈനയ്ക്ക് പാകിസ്ഥാൻ കുറച്ച് സ്ഥലം കൊടുത്തിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കിടപ്പുണ്ട്. പക്ഷേ നമ്മൾ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ തന്നെ ഒരു സൂപ്പർ പവർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്ക നമുക്കെതിരെ തിരിഞ്ഞ് താരിഫും കാര്യങ്ങളൊക്കെ തരുമ്പോൾ നമ്മൾ എടുക്കേണ്ട ചില പ്രിക്വേഷണറി മെഷേഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ നിരന്തരം ചൈനയുമായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല, പക്ഷേ നേരെ മറിച്ച് പാകിസ്ഥാനുമായിട്ട് ഷെല്ലാക്രമണമുണ്ട്. അത് ഏത് നേരത്തും നമ്മൾ നിരന്തരം നടത്തിക്കൊണ്ടിരുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ രീതിയിലാണ്. തീർച്ചയായിട്ടും പാകിസ്ഥാനാണ് എപ്പോഴും അറ്റാക്ക് നടത്തുന്നത്, നമ്മൾ റിട്ടാലിയേറ്റ് ചെയ്യും. അത് തന്നെയാണ് അതിൻ്റെ ഒരു കീഴ്വഴക്കം. ആ രീതിയിൽ നമ്മൾ നിരന്തരം ചാലഞ്ചസ് ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ബോർഡറാണ് പാകിസ്ഥാൻ ബോർഡർ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്നത് ഈ സൈഡിൽ തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ ആ സിഒമാരുടെ മീറ്റിങ്ങിലേക്ക് വരാം. അവിടെ ഒരു വിൻഡോ ഓപ്പൺ ആണല്ലോ. അപ്പോൾ സിഒമാരുടെ മീറ്റിങ്ങിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ സിഒക്കളുടെ ഭാഗത്തു നിന്ന് പുതിയ അഡ്വൈസറി കമ്മിറ്റി ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ കമ്പനികൾക്ക് വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് വരുമാനം കിട്ടണം. അപ്പോൾ ഈ ഒരു സിഒമാർ, ഈ ഇൻവെസ്റ്റേഴ്സ്, ഈ കമ്പനി ഓണേഴ്സ്, ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയുടെ ഉള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി പുതിയ കമ്പനികൾ, പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുക്കാൻ പ്രാപ്തിയുള്ള ആൾക്കാർ. അപ്പോൾ അവരിൽ നിന്നും ഇപ്പോൾ ഉപദേശം സ്വീകരിക്കുന്നുണ്ട് ട്രംപ്. ഇത് ശരിക്കും പറഞ്ഞാൽ കമേഴ്ഷ്യൽ സെക്രട്ടറി ലുട്നിക്, അതുപോലെ തന്നെ പ്രത്യേകിച്ച് പീറ്റർ നെവേറോ, ട്രേഡ് അഡ്വൈസർ, ഇതുപോലത്തെ ചില ആൾക്കാരുണ്ടല്ലോ, ഇവർക്കൊന്നും താല്പര്യപ്പെടുന്നില്ല. പ്രത്യേകിച്ചും ലിൻസി ഗ്രഹാം, ഇതേപോലത്തെ ആൾക്കാർക്ക്. അപ്പോൾ അവരിപ്പം ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനിൽ ഇപ്പോൾ 2 ചേരിയിലാണ് കാര്യങ്ങൾ. ഒന്ന്, ഈ ട്രംപിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഈ പൊളിറ്റിക്കൽ ബ്യൂറോക്രസി. 2, ബിസിനസ് പീപ്പിൾ. ഈ 2 പേരുടെ ഉപദേശമാണ് ഇപ്പോൾ ട്രംപ് കേട്ടോണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ട്രംപിന് ഒരു തിരിച്ചറിവ് കിട്ടിയിരിക്കുന്നത് ഈ ബിസിനസ് പീപ്പിളിന്റെ അഡ്വൈസ് കേൾക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു വെളിപാട് കിട്ടിയിരിക്കുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ, അതായത് ഞാനൊരു ചെറിയ മിസ്റ്റേക്ക് നടത്തി, ഈ താരിഫ് വേണ്ടായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് ബോധം വന്നിട്ടുണ്ട് ട്രംപിന്. അതുകൊണ്ട് ട്രംപ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും പഴയതുപോലെ തന്നെ 6 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു നമ്മുടെ താരിഫ് അതേ നിലയിൽ ഞാൻ ആക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഇന്ത്യയിലെ മാധ്യമങ്ങളൊന്നും പറയത്തില്ല. അവർക്കൊക്കെ എപ്പോഴും ഈ പൊളിറ്റിക്കൽ ഇൻഫർമേഷൻ എടുത്തുകൊണ്ട് ഇന്ത്യക്കുള്ളിലെ നിലവിലെ ഭരണകക്ഷി, പ്രതിപക്ഷം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് അമേരിക്കൻ പൊളിറ്റിക്സിനെ കമ്പയർ ചെയ്താണ് ഇവിടെ വാർത്തകളൊക്കെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നത്. ശരിക്കും ട്രംപിന് ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ആ തിരിച്ചറിവിന്റെ ഭാഗമാണ് ഇന്ത്യയോടുള്ള മൃദു സമീപനം തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ കാനഡ, മെക്സിക്കോ, ഈ രീതിയിൽ. ഇനി യൂറോപ്പുമായിട്ട് എന്താണ് പ്രശ്നം? അതും കൂടി പറഞ്ഞു പോവാം. യൂറോപ്പുമായിട്ട് പ്രശ്നമൊന്നുമില്ല. യൂറോപ്പ് ഗൂഗിൾ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ മേളിൽ 3000 കോടി ഇന്ത്യൻ മണി
വർത്ത് വരുന്ന പെനാൽറ്റി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഗൂഗിൾ എന്ന് പറഞ്ഞ ഗൂഗിൾ എന്ന് പറഞ്ഞ കമ്പനി ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ ടൈപ്പ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ആമസോൺ കമ്പനിക്ക് പാസ് ചെയ്യുന്നു എന്നാണ് കണ്ടെത്തൽ. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് പ്രശ്നം വെച്ചാൽ ഗൂഗിൾ എന്ന് പറഞ്ഞ ആ ഒരു സെർച്ച് എഞ്ചിനിൽ എന്ത് ടൈപ്പ് ചെയ്താലും നിങ്ങൾ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള പരസ്യം നിങ്ങൾക്ക് ആമസോൺ തരും. അപ്പോൾ ഒരു പ്രത്യേക കമ്പനിക്ക് വേണ്ടിയിട്ട് ഇവർ സ്വാർത്ഥ താല്പര്യത്തോട് പ്രവർത്തിച്ചതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അത് കണ്ടെത്തിയത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയൊക്കെ ഗൂഗിളിന് നല്ല രീതിയിലുള്ള പെനാൽറ്റി അടിച്ചു കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു പെനാൽറ്റി ഇട്ട് കഴിഞ്ഞാൽ അമേരിക്കയൊക്കെ അവിടെ ഇരുന്ന് കരയത്തേ ഉള്ളൂ. ഇന്ത്യ ഗൂഗിളിന്റെ മേളിൽ പെനാൽറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഇതിൽ ഇപ്പോൾ അമേരിക്ക യൂറോപ്പിനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഗൂഗിളിന്റെ മേളിൽ ഒരിക്കലും ഇങ്ങനെ ഒരു പെനാൽറ്റി പാടില്ല, അത് നിങ്ങൾ റീകൺസിഡർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതേ അമേരിക്ക ഗൂഗിളിന്റെ മേളിൽ പെനാൽറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മാസത്തിന് മുമ്പ്. അത് ട്രംപിന്റെ ഖജനാവിലേക്ക് പോകുന്ന പൈസയാണ്. അപ്പോൾ അതുകൊണ്ട് ട്രംപ് അതിനെക്കുറിച്ചൊന്നും മിണ്ടത്തില്ല. പക്ഷേ യൂറോപ്പ്, മറ്റൊരു രാജ്യം അമേരിക്കൻ കമ്പനിക്കെതിരെ ഒരു രീതിയിലും വിരൽ വെക്കാൻ അതിൽ അമേരിക്ക ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് യൂറോപ്പിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബലം എന്ന് പറഞ്ഞാൽ പോപ്പുലേഷനാണ്. ഇത്ര വലിയ പോപ്പുലേഷൻ, പ്രത്യേകിച്ച് ഇന്ത്യയും ചൈനയും മറ്റുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക, യൂറോപ്പ്, രണ്ട് വെസ്റ്റേൺ രാജ്യങ്ങളും ഏറ്റവും കൂടുതൽ ഫോക്കസ് ആയിട്ട് നോക്കി കാണുന്നതിന് ഈ പോപ്പുലേഷനാണ്. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഫോക്കസ്. ഈ രണ്ട് കൂട്ടരുണ്ട് ഈ ട്രംപിനെ ചുറ്റിപ്പറ്റി. അപ്പോൾ അതിനകത്ത് ഈ പൊളിറ്റിക്കൽ ആൾക്കാർക്ക് ഇപ്പോൾ ഈ ബിസിനസ് ടീമിന്റെ ഉപദേശം അങ്ങ് പിടിക്കുന്നത്. ട്രംപ് ഇപ്പോൾ ഇന്ത്യയോട് സോഫ്റ്റ് കോർണറായിട്ട് പെരുമാറുന്നത് ഈ പൊളിറ്റിക്കൽ ടീംസിന് പിടിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ലുട്നിക് എന്ന് പറഞ്ഞിരിക്കുകയാണ്, വിത്തിൻ 2 മാസങ്ങൾക്കുള്ളിൽ അമേരിക്കയുടെ അടുത്ത് സോറി പറയും ഇന്ത്യ എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി വളരെ കൃത്യമായിട്ട് പീറ്റർ നൊവേരയ്ക്കും ഇതേപോലത്തെ സ്റ്റേറ്റ്മെന്റുകൾ, അതായത് അൺഒഫീഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ ഇതേപോലത്തെ വിടുവായുത്തരങ്ങൾ പറയരുത് എന്നുള്ളത് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് ശക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ വളരെ ശക്തമായിട്ട് അമേരിക്കയുടെ ഈ താരിഫ് നയത്തിനെതിരെ എടുത്ത നിലപാട് പല രാജ്യങ്ങൾക്കും ഒരു മോട്ടിവേഷനായിട്ട് മാറിയിട്ടുണ്ട്. ജപ്പാൻ അങ്ങനെ അമേരിക്കയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് അവരുടെ 25% എന്നുള്ള ഒരു താരിഫ് കുറച്ച് 15% ആക്കിയിട്ടുണ്ട്. അങ്ങനെ 15, അതായത് 25% താരിഫോട് കൂടി 550 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് നടത്താമെന്ന് സമ്മതിച്ചിരുന്ന ജപ്പാൻ, നിങ്ങൾ ആ താരിഫ് കുറച്ച് 15% ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ കുറച്ചുകൂടെ ഹാപ്പി ആയിരിക്കുമെന്ന് പറഞ്ഞ് ആ ഒരു ട്രേഡ് ഡീല് സൈൻ ചെയ്ത് വാങ്ങി. ആ ഒരു ട്രേഡ് ഡീല് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് 15% താരിഫോട് കൂടി. ബട്ട് ജപ്പാൻ പറഞ്ഞിട്ടുണ്ട് 550 മില്യൺ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്, ഞങ്ങൾ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ ആ ഒരു ഉറപ്പിന്റെ മേളിൽ ട്രംപ് ഈ ഒരു 15% താരിഫ് എന്നുള്ളത് ജപ്പാൻ ഓക്കെ ആക്കി കൊടുത്തിരിക്കുകയാണ്. ഇനി ഈ പോപ്പുലേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയും ചൈനയും പോപ്പുലേഷൻ. എന്താണ് പ്രശ്നം? ഇന്ത്യയും ചൈനയും പോപ്പുലേഷൻ മാസീവ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രാൻസാക്ഷൻസ് വളരെ കൂടുതലാണ്. ഈ ട്രാൻസാക്ഷൻസ് എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്കും അത് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ആയി അമേരിക്കയുടെ ഉള്ളിൽ ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ സാന്നിധ്യം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം ട്രംപ് തന്നെയാണ്. ഒരുപാട് കാലം വിസ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നു. ഇനിയിപ്പോൾ വിസ കൊടുത്തു തുടങ്ങിയിട്ടും ആൾക്കാർ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നില്ല. കാരണം അവിടെ ഒരു ബേസിക് ചാർജ് ഇപ്പോൾ ഈടാക്കുന്നുണ്ട്. $250 ഇപ്പം അമേരിക്കൻ വിസയ്ക്ക് വേണ്ടിയിട്ട് ഈടാക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ടൂറിസ്റ്റ് വിസയ്ക്കുള്ള ആപ്ലിക്കേഷൻ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടൂറിസം മേഖല വരെ പ്രതിസന്ധിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ ഉള്ളിൽ. പിന്നെ അമേരിക്കയെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന സംഗതി എന്ന് പറഞ്ഞാൽ സ്വർണ്ണത്തിന്റെ വിലക്കയറ്റം. സ്വർണ്ണം ഇങ്ങനെ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും കൂടി സ്വർണ്ണത്തിന്റെ വില കൂടിയിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണ വില കൂടുമ്പോഴത്തേക്കും ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനോടൊപ്പം ഈ രണ്ട് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ, ഏറ്റവും കൂടുതൽ വിറ്റുവരവ് നടത്തുന്ന കമോഡിറ്റി, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യയും ചൈനയും ഈ ഡോളർ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത്, ഇതിനെക്കുറിച്ചും ട്രംപ് ചിന്തിക്കുന്നുണ്ട്. അതാണ് അമേരിക്കയെ പിന്നോട്ട് വലിക്കുന്നതിന്റെ ഒരു മെയിൻ റീസൺ. അല്ലാതെ ഇന്ത്യയുടെ മേളിൽ ആരും പ്രഷർ ചെയ്യുന്നില്ല, ഇന്ത്യയെ പോയി ഭീഷണിപ്പെടുത്തണമെന്ന് ആരും പറയുന്നില്ല. വെസ്റ്റേൺ കൺട്രീസ്, ഞാൻ ഇന്നലെ തന്നെ ഫിൻലാൻഡിന്റെ കാര്യം പറഞ്ഞല്ലോ. ഫിൻലാൻഡിന്റെ പ്രസിഡന്റ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു മുന്നോട്ട് പോക്ക് സാധ്യമല്ല എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. വീഡിയോ നമ്മുടെ ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബൽ എന്ന് പറഞ്ഞ ചാനൽ കിടപ്പുണ്ട്, നിങ്ങൾ പോയി നോക്കിയാൽ മതി. സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ ആണ്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. അപ്പോൾ യൂറോപ്പിൽ നിന്നെല്ലാം ഇന്ത്യക്ക് സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ റഷ്യൻ ഓയിലിന്റെ കാര്യം വീണ്ടും ഇന്ത്യ കൂടുതൽ മേടിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം ഈ റഷ്യൻ ഓയിൽ എന്ന് പറഞ്ഞ ആ ഒരു വിഷയം തന്നെ ഒരു ഫേക്ക് ആണെന്നുള്ളത് ആഗോളതലത്തിൽ തന്നെ പല രാജ്യങ്ങൾക്കും ഇപ്പോൾ അറിയാവുന്ന കാര്യമാണ്. കാരണം പലതും ഇപ്പോൾ എക്സ്പോസ്ഡ് ആണ്. യൂറോപ്പ് എത്ര മേടിക്കുന്നു, എന്തെല്ലാം മേടിക്കുന്നു റഷ്യയിൽ നിന്ന്, അമേരിക്ക എന്തെല്ലാം ട്രേഡ് ചെയ്യുന്നു, ഇതിനൊന്നും ഉത്തരം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അമേരിക്ക ഉള്ളത്. അതിനെക്കുറിച്ചൊക്കെ റഷ്യയുമായിട്ടുള്ള അമേരിക്കയുടെ ബിസിനസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറി പോകുന്ന ട്രംപാണ് അവിടെ ഉള്ളത്. ഇതൊക്കെ ലോകത്തുള്ള പല രാജ്യങ്ങളുടെ നേതാക്കളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അവിടെ ഇന്ത്യക്ക് വളരെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ കൃത്യമായിട്ട് ചില പ്രഷർ പോളിസി അപ്ലൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയാണ് ഇപ്പോൾ അമേരിക്കയുടെ മേളിൽ ശക്തമായ പ്രഷർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നെഗോസിയേഷൻ പോലും മുന്നോട്ട് പോകാത്ത അവസ്ഥയിൽ ഇന്ത്യ പ്രഷർ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു യുണൈറ്റഡ് നേഷൻസിന്റെ ആ ഒരു മീറ്റിംഗിന് മോഡി പങ്കെടുക്കുന്നില്ല എന്നുള്ളത് തന്നെ അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടിയാണ്. കാരണം അവിടെ വെച്ചെങ്കിലും സൈഡ് ലൈനിൽ ഹാൻഡ് ഷേക്ക് കൊടുത്തൊന്ന് സംസാരിച്ച് നെക്സ്റ്റ് ലെവൽ ടോക്ക് എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോവാം, അല്ലെങ്കിൽ ഇന്ത്യയെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ്, ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും പറയിപ്പിക്കാം എന്നൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അമേരിക്കയാണല്ലോ, പല കാര്യങ്ങൾ അവർ ചെയ്യും. പക്ഷെ അതിനെല്ലാം ഇപ്പോൾ ഒരു തിരിച്ചടിയാണ് മോദി ഇപ്പോൾ അമേരിക്കയിലേക്ക് പോകാത്തത്. അപ്പോൾ അതുകൊണ്ട് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാളും ഇമ്പോർട്ടന്റ് ആണ് ഏഷ്യൻ സൈഡിലുള്ള കൂട്ടായ്മ അഥവാ ഗ്ലോബൽ സൗത്ത് എന്നുള്ളത് വളരെ സൗണ്ട് ആയിട്ട് പറയാനാണ് ഇന്ത്യ ഈ ഒരു സന്ദർഭം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.